ഈ വിഷയമൊക്കെ നിലനിൽക്കുന്ന സമയത്താണ് വലിയൊരു ഗുരുതരമായൊരു മറ്റൊരു വിഷയത്തെപ്പറ്റി നമുക്ക് സംസാരിക്കേണ്ടി വരുന്നത്. ഈ പറഞ്ഞത് ഒരു 2 മാസങ്ങൾക്ക് മുൻപാണെന്ന് തോന്നുന്നു, സജിന ഈ പറഞ്ഞ പോലെ ഫിറോസ് ഖാനെതിരെ ഒരു അലിഗേഷൻ പറയുകയാണ്. എന്ന് പറയുമ്പോൾ ഒരു പോക്സോ കേസ്, 16 വയസ്സുള്ള പെൺകുട്ടി ആക്രമിക്കപ്പെട്ടു എന്ന് പറയുന്നത് സജിന സോഷ്യൽ മീഡിയയിലൂടെ പുറത്തേക്ക് ഇവർ രണ്ടുപേരും ഈ പറഞ്ഞ പോക്സോയിൽപ്പെട്ട പെൺകുട്ടിയും ഇല്ലെങ്കിൽ സജിനയും നടത്തിയിട്ടുള്ള സംഭാഷണം ഒരുപക്ഷെ സാമൂഹ്യ മാധ്യമങ്ങളടക്കം എല്ലായിടത്തും നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇത് റെക്കോർഡ് ചെയ്യപ്പെട്ടത് മാസങ്ങൾക്ക് മുൻപാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. അങ്ങനെ മാസങ്ങൾക്ക് മുമ്പ് സജിനയ്ക്ക് ഈ വിഷയം മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, സജിനയ്ക്ക് നമ്മുടെ ഈ സമൂഹത്തോടൊരു പ്രതിബദ്ധത ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് വിഷയം റിപ്പോർട്ട് ചെയ്യേണ്ടത് പോലീസ് സ്റ്റേഷനിലായിരുന്നു. അല്ലാതെ ഈ റെക്കോർഡ് ചെയ്തിട്ട് അത് മറ്റുള്ളവരെ കേൾപ്പിക്കുക എന്നുള്ളതല്ല. അങ്ങനത്തെ ഒരു റെസ്പോൺസിബിലിറ്റി സജിന കാണിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അത് സജിനയുടെ കയ്യിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. വളരെ വ്യക്തമായിട്ട് നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടത്, സജിന പെൺകുട്ടിയോട് ചോദിക്കുമ്പോൾ ഇത് പുറത്തു പോകില്ല എന്ന് ഉറപ്പ് കൂടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു വിശ്വാസവഞ്ചന കൂടി അതിൽ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ പരസ്പരം സംസാരിച്ച ഒരു റെക്കോർഡ് ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലടക്കം വലിയ രീതിയിൽ അത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതൊരു പോക്സോ വിഷയമാണ്. എന്തുകൊണ്ട് സജിന ആ വിഷയം മനസ്സിലാക്കിയിട്ട് പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട്. മാത്രമല്ല, ആ ക്രൈമിൻ്റെ ഭാഗമായിട്ട് കൂടെ നിന്നായിട്ട് നമുക്ക് കാണാനും സാധിക്കുന്നത്. എനിക്ക് തോന്നുന്നു ആ വിഷയം പലപ്പോഴും ഇവിടുത്തെ സിസ്റ്റം അത് ഏറ്റെടുത്തിട്ടില്ല എന്നുകൂടി മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ എന്തുകൊണ്ടായിരിക്കാം ഒരു സിസ്റ്റം ഏറ്റെടുക്കാതെ പോയത്? പ്രത്യേകിച്ച് വലിയൊരു ഗുരുതരമായ വിഷയമാണ് പോക്സോ വിഷയം എന്നുള്ളത്. അതെ. ഇത് എനിക്കുള്ളൊരു ചോദ്യം തന്നെയാണ്. കാരണം 2 മാസം മുമ്പ് ഇവർ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് ആ വീഡിയോകളൊക്കെ പിൻവലിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അപ്പോൾ ആ സമയത്തെ സജന അറിഞ്ഞിരിക്കുന്നു BNS ആക്ട് പ്രകാരം ഇത് ശിക്ഷാർഹമായിട്ടുള്ളൊരു കാര്യമാണ്. പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ അത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പം ഈ പറഞ്ഞ സജന ആരെ സംരക്ഷിക്കാൻ, എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയിട്ട് ചെയ്തത്, ആരെ ടാർഗറ്റ് ചെയ്ത് ചെയ്തത് എന്നുള്ളതൊക്കെ അതിനകത്ത് നിന്ന് വ്യക്തമായിരുന്നു. പക്ഷെ അതിനുശേഷം ഈ വോയിസ് റെക്കോർഡുകൾ 2 ദിവസം മുമ്പേ സമൂഹ മാധ്യമങ്ങളിൽ വന്നു. അപ്പോൾ ഇന്ന് നിങ്ങൾ ചോദിക്കും, നമ്മളൊക്കെ ഇരുന്ന് പ്രസംഗിച്ച് നമുക്കൊന്നും അതിന് റിപ്പോർട്ട് ചെയ്തു. ഞാൻ പരാതി കൊടുത്തു. എപ്പോഴാണ് എനിക്ക് കിട്ടിയത് ഈ വിഷയം സോഷ്യൽ മീഡിയയിൽ വന്ന് ഒരുപാട് ആളുകളിലേക്ക് അത് എത്തിയ സമയത്ത് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പരാതി കൊടുത്തതിന് പ്രകാരം CWCയുടെ ഭാഗത്ത് നിന്ന് ഈ വീഡിയോ, റെക്കോർഡഡ് വീഡിയോ, അതായത് ഈ ലിങ്ക് ഇപ്പോൾ റിമൂവ് ചെയ്തു. അവർ വിളിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് കൃത്യമായിട്ട് CWC പരിശോധിച്ച് അതിനെതിരെ കൃത്യമായ നടപടി ഉണ്ടാവണം എന്നുള്ളത്. അത് ഒരു യൂട്യൂബ് ചാനലിൽ ഷഫീന ബിബി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് വ്ലോഗ്സ് ചാനലിനകത്ത് ആ സ്ത്രീയാണ് അത് കൊണ്ടിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ചാനൽ ഉൾപ്പെടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ബുള്ളി ചെയ്തിട്ടുള്ള ചാനലാണ്. പക്ഷേ ഈ ചാനലിനകത്ത് സജിനയും ആ കുട്ടിയും സംസാരിച്ചിരിക്കുന്ന ഒരു വലിയൊരു അലിഗേഷനാണ്. അതിനകത്ത് വസ്തുതകളുണ്ടോ ഇല്ല എന്നൊക്കെ പോലീസ് പരിശോധിക്കുന്നതാണ്. അത് ആര് കൊടുത്തു, സജിനയുടെ കയ്യിൽ നിന്ന് സജിന ആർക്കൊക്കെ കൊടുത്തു എന്നുള്ളതും അതൊരു ഇല്ലീഗൽ വശവും കൂടിയാണ്. കാരണം അത് കൊടുക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. കാരണം ആ പെൺകുട്ടിയുടെ പേരടക്കം ആ വോയിസിൽ എവിടെയൊക്കെ വന്നുപോയി എന്ന് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അത് ഉപയോഗിക്കുന്ന ആളുകളും വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ, നിങ്ങളൊരു ക്രൈമിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളുകളാണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരുന്നുവെങ്കിൽ, ഇപ്പം ദിയാസന പറഞ്ഞതുപോലെ സനത് അറിയുന്ന സമയത്ത് പോലീസ് സ്റ്റേഷനിൽ പരാതി റിപ്പോർട്ട് ചെയ്തു. അതാണ് സമൂഹത്തിൽ ഓരോരുത്തരുടെയും അവകാശം. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഈ യൂട്യൂബുകളിൽ മൊത്തം ഇത് പോയിക്കൊണ്ടിരിപ്പുണ്ട്. എല്ലാവരും കാണുന്നവര് അപ്പൊ തന്നെ അത് CWCക്കും പോലീസിനും ഒക്കെ പരാതി നൽകുക. കാരണം ഇങ്ങനെ ഒരു വിഷയം അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അത് മാസീവായിട്ടുള്ള ഒരു കളക്റ്റീവ് പരാതികളൊക്കെ ആകുമ്പോൾ അത് കൃത്യമായി അവർ അന്വേഷിക്കും. അത് ഉറപ്പായിട്ട് അത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇവിടെ നടത്തിയിരിക്കുന്ന വലിയ ക്രൈമുകളാണ്. ആ ക്രൈമുകളെയൊക്കെ മറയ്ക്കാനും എടുക്കാനും വേണ്ടിയിട്ടാണ് MDMA പോലുള്ള മാരകലഹരികൾ വെച്ചിട്ട് എനിക്കെതിരെ ഒരു ആരോപണം നടത്തി അങ്ങ് മറയ്ക്കാൻ ശ്രമിക്കുന്നത്. ഞാൻ എവിടെയും എന്തിനും റെഡിയാണ്. ഇപ്പോഴും ഞാൻ പൊതുസമൂഹത്തെയും ആളുകളെയും ഒക്കെ വെല്ലുവിളിക്കുകയാണ്. ഇന്ന് ഞാൻ ആലോചിച്ചു, ഈ കുട്ടി 2-3 ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ട് മുഖ്യമന്ത്രി VD സതീശൻ സാർ, രമേശ് ചെന്നിത്തല സാർ, DGP സാർ, ദിയാസനയെ തൂക്കണം, ദിയാസനയെ പരിശോധിക്കണം. എനിക്ക് മനസ്സിലാവുന്നില്ല, സിസ്റ്റത്തെ വരെ അവള് പബ്ലിക്കിലിട്ട് അവള് ഫ്രോഡ് കളി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു വലിയ പ്രശ്നമാണ് ശരിക്കും. അപ്പൊ ഇത്തരം വെല്ലുവിളികൾ ആളുകൾ കൺഫ്യൂസ്ഡ് ആവുന്നത്, ഒന്നുമില്ലെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്തോ ഉണ്ട്. ഒന്നുമില്ല. കാര്യം റസൂൽ പൂക്കുട്ടി സജന എന്ന് പറയുന്ന ഫാക്റ്റായിട്ടുള്ള ആ വിഷയത്തെ മറയ്ക്കുക. അതിനകത്ത് ഒരുപാട് വിഷയങ്ങളുണ്ട്. അത് ഞാൻ പൊതുസമൂഹത്തിൽ വന്ന് പറയുമെന്ന് പറഞ്ഞു. ഇനി ഒരുപാട് തെളിവുകളുണ്ട്, അതിനെപ്പറ്റി സംസാരിക്കുമെന്ന് ഞാൻ പറഞ്ഞു. അത് ആളുകളൊക്കെ വളരെ വലിയ രീതിയിൽ അത് ചർച്ചയാകുന്ന വിഷയങ്ങളാണ് അറിഞ്ഞത്. കാരണം അത് പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരിത്. ഇന്നലെ എനിക്കെതിരെ എൻ്റെ വീട്ടിലേക്ക് തന്നെ എനിക്ക് ത്രെട്ടനിങ് കോൾ ഉണ്ടായി. ഞാൻ ഈ വിഷയത്തിൻ്റെ കൂടെ പെടുത്തുന്നതാണിത്. എനിക്കൊരു ത്രെട്ടനിങ് കോൾ ഉണ്ടായി. എന്നെ രാത്രിയിൽ ഫോൺ വിളിക്കുന്നു. എന്നെ വളരെ മോശപ്പെട്ട രീതിയിൽ ഈ MDMA അലിഗേഷൻ പറഞ്ഞു മറ്റുമൊക്കെ. എൻ്റെ മുന്നേ ഞാൻ കൊടുത്ത ഒരു കേസിലെ പ്രതിയാണ് എന്നെ വിളിച്ചത്. അയാൾ എന്നെ വലിയ രീതിയിൽ ത്രെട്ടനിങ് ചെയ്യുന്നു.
മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നിന്ന് രാത്രിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരൻ വിളിക്കുന്നു, ആ പോലീസുകാരനെയും തെറി വിളിക്കുന്നു. അപ്പോൾ അവർക്ക് കൃത്യമായി മനസ്സിലായി ഇതൊരു വലിയ ത്രെട്ടനിങ് ആണ്, എവിടെയോ പരിസരത്ത് എവിടെയോ പറയുന്നത് MDMA കൊണ്ടുവാ, നിന്റെ മകനെയും നിന്നെയും കൊന്നുകളയും, നിന്നെ ജീവിക്കാൻ അനുവദിക്കില്ല. പറയുന്നത് ഇങ്ങനെയാണ്, നിന്റെ ജീവിതത്തിൽ നീ വിചാരിക്കും വേറെ ആളുകൾ നിന്നെ അറ്റാക്ക് ചെയ്യുന്നതെന്ന് ഒരിക്കലുമില്ല, ഞാനാണ് നിന്നെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്, ഒരാൾക്കും അതിനകത്ത് പങ്കുവരില്ല, ആ രീതിയിൽ ഞാൻ നിന്നെ തീർത്ത് കളയുന്നു. അപ്പോൾ അതായത് അതിനനുസരിച്ചുള്ള കൊട്ടേഷനാണ് ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇത് ഞാൻ പറയാൻ റീസൺ, 2 ദിവസം മുമ്പ് ഇന്നലെ മെനിങ്ങാന്ന് എൻ്റെ ഫ്ലാറ്റിൻ്റെ താഴെയുള്ളൊരു കുട്ടി ഇടയ്ക്ക് അവരുടെ അടുത്തേക്ക് വരും സജന. അവരെ വിളിച്ചിട്ട് സജന പറയാണ് ദിയാസനയുടെ ഫ്ലാറ്റിൻ്റെ നമ്പർ എത്രയാണെന്ന്. കാരണം എൻ്റെ വീട്ടിൽ പോലും സജന ഇതുവരെ വന്നിട്ടില്ല യഥാർത്ഥത്തിൽ. എൻ്റെ ഫ്ലാറ്റിൽ എത്ര റൂംസുകളുണ്ടെന്ന് ചോദിക്കുകയാണ്. ഇതൊക്കെ എന്തിനായിരുന്നു അങ്ങനെ ചോദിക്കുന്നത്? ഇപ്പോൾ അഡ്രസ്സ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കേസ് കൊടുക്കാമെന്ന് വിചാരിക്കുക. എൻ്റെ ഫ്ലാറ്റിൻ്റെ നമ്പർ, എൻ്റെ ഫ്ലാറ്റിൽ എത്ര റൂമുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ തന്നെ പേടിക്കേണ്ടതില്ലേ? അപ്പോൾ ഇന്ന് ഏത് രീതിയിലും കൊടുക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഏത് രീതിയിൽ എന്നെ അറ്റാക്ക് ചെയ്യുമെന്നുള്ള പർട്ടിക്കുലറായിട്ടുള്ള ഒരു എയിം, ഒരു തീരുമാനം സജൻ എടുത്ത് വെച്ചിരിക്കുന്നു. ഞാനിപ്പോൾ ഫുൾ സെക്യൂരിറ്റിയിലാണ് ജീവിക്കുന്നത്. എൻ്റെ ജീവിത സ്വാതന്ത്ര്യത്തോടെ ഹാപ്പിയായിട്ട് സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ടിരുന്ന ഞാൻ എൻ്റെ ഫ്ലാറ്റിൻ്റെ ചുറ്റിലും ആളുകളെ വെച്ചിട്ട് എപ്പോഴും പോലീസിനോട് വിവരം അറിയിച്ച് എൻ്റെ ത്രെട്ടണിങ്ങും പറഞ്ഞ് പോലീസുകാരും വന്ന് അങ്ങനെയൊക്കെയാണ് എൻ്റെ ലൈഫിൻ്റെ ഒരു ജേണി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എത്ര നാളാണ് ഈ സ്ത്രീയെ പറഞ്ഞ അലിഗേഷൻസ് പൊതുസമൂഹം എന്നെ അറ്റാക്ക് ചെയ്യുന്നതോടൊപ്പം ഞാൻ കൊണ്ടുപോകേണ്ടത്? എൻ്റെ ജീവന് വല്ല ഭീഷണിയോ ഈ രീതിയിൽ വന്നിട്ടും ഇത്രയും വലിയ രീതിയിൽ ഞാനത് പറയുമ്പോഴത്തേക്കും ഇവിടുത്തെ സിസ്റ്റമോ ഒന്നും അത് കാണാതെ പോകുന്നത് എന്തുകൊണ്ടായിരിക്കും? ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിനോട് കൃത്യമായി പറയണം, എൻ്റെ ജീവന് ഭീഷണിയുണ്ട്. അത് ഈ പറഞ്ഞ റസൽ പൂക്കുട്ടി സജന എൻ്റെ ജീവന് ഭീഷണിയുണ്ട്. അത് എനിക്കൊരു രീതിയിലും അതിനെ തള്ളി പറയാനും പറ്റത്തില്ല. ഇത് ചില്ലറ കാര്യമായിട്ടോ നിസ്സാരമായിട്ടുള്ള വിഷയമായിട്ടോ കാണരുത്. എനിക്ക് പഠിക്കുന്ന ഒരു മകനുണ്ട്, എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മ. അപ്പോൾ എനിക്ക് ഇവരൊക്കെ എന്ന് പറയുന്നത് എനിക്ക് അത്രയും വേണ്ടപ്പെട്ടവരാണ്. അവരെ ഉത്തരവാദിത്തത്തോടെ നോക്കേണ്ട റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഞാനൊരു സാമൂഹ്യ പ്രവർത്തക ആയതുകൊണ്ടിട്ടും പ്രതികരിക്കുന്നുകൊണ്ടിട്ടും ഞാൻ ഇത് എത്ര കാലം ഞാനിത് അനുഭവിക്കണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ പറഞ്ഞ കണക്ക് ഈ ത്രട്ടണിങ് കോൾ വന്നു എന്ന് പറയുന്നിടത്ത് അയാളുടെ പിറകിൽ ഒരു കൂട്ടം മനുഷ്യരുണ്ട് എന്നാണ് സാന മനസ്സിലാക്കുന്നത്. ഒരു കാര്യം എന്ന് വെച്ചാൽ അയാൾ ഞാൻ മുന്നേ കൊടുത്ത കേസിലൊരു പ്രതിയാണ്. ഇതുപോലെ തന്നെ ഒരു കഞ്ചാവ് അയാളുടെ വീട്ടിൽ നിന്ന് പിടിച്ചിട്ട് 2 കിലോയോ 3 കിലോയോ അയാൾ അറസ്റ്റിലായ ഒരാളാണ്. അപ്പോൾ അയാളൊരു ഇല്ലീഗൽ ലഹരി മാഫിയായിട്ട് ബന്ധപ്പെട്ടതും അതുപോലെ ഈ ടീമുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ പാസ്റ്റ് ഹിസ്റ്ററിയിൽ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരെ കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ റസൂൽ പൂക്കുട്ടി സജന ഈ കൂട്ടുകെട്ടി ഇവരുടെ സർക്കിള് അതായത് ഇന്നെ അങ്ങ് ഇല്ലാതാക്കുക. പക്ഷെ റസൂൽ പൂക്കുട്ടിക്കും സജനയ്ക്കും പ്രശ്നം ഉണ്ടാവില്ല. എന്നെ തീർക്കാനും എന്നെ വധിക്കാനും അല്ലെങ്കിൽ എന്നെ ഇതാക്കാൻ വേണ്ടിയിട്ട് ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് വന്ന ത്രെട്ടണിങ് കോൾസ്. ഞാൻ അതിന്മേലെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പരാതി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.